മലയാളികൾക്ക് ഏറെ പരിചിതയായ നടിയാണ് കനിഹ. 2002-ൽ മണിരത്നത്തിന്റെ നിർമ്മാണത്തിൽ എത്തിയ 5 സ്റ്റാർ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് നടി തന്റെ കരിയർ ആരംഭിച്ചത്. 2009-ൽ ഭാഗ്യദേവത എന്ന ജയറാം ചിത്രത്തിലൂടെയാണ് മലയാളികൾ നടിയെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലും അഭിനയിക്കാൻ കനിഹയ്ക്ക് സാധിച്ചിരുന്നു. മലയാളത്തിൽ നിരവധി മികച്ച സിനിമകളുടെ ഭാഗമായ കനിഹ മമ്മൂട്ടിയോടൊപ്പവും അഭിനയിച്ചിരുന്നു. കോബ്ര, കേരളവർമ്മ, പഴശ്ശിരാജ, ദ്രോണ, ബാവുട്ടിയുടെ നാമത്തിൽ തുടങ്ങിയ മികച്ച സിനിമകളിൽ മമ്മൂട്ടിയോടൊപ്പം കനിഹ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മമ്മൂട്ടി നായകനായി എത്തുന്ന ബസൂക്ക എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണ് കനിഹ. തനിക്ക് നല്ല എക്സ്പെക്ടേഷനുള്ള സിനിമയാണ് ബന്ദുക്ക എന്നും ടൈറ്റിൽ വന്നപ്പോൾ തന്നെ വ്യത്യസ്തമായ ഒരു സിനിമയാകുമെന്ന് തോന്നിയിരുന്നെന്നും കനിഹ പറയുന്നു. വനിതയോട് സംസാരിക്കുകയായിരുന്നു നടി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല എക്സ്പെക്ടേഷനുള്ള പടമാണ് ബസൂക്ക. ടൈറ്റിൽ വന്നപ്പോൾ തന്നെ ഇത് വ്യത്യസ്തമായ ഒരു സിനിമയാകുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. എപ്പോഴും മമ്മൂക്ക അത്തരം സിനിമകളിൽ വരുന്നത് ഫാൻസായ നമുക്ക് വലിയൊരു ട്രീറ്റ് തന്നെയാണ്. ബസൂക്ക സിനിമയുടെ ടീമിന് എന്റെ എല്ലാം ആശംസകളും നേരുകയാണ്, കനിഹ പറയുന്നു. പൃഥ്വിരാജ്, സുകുമാരൻ, മോഹൻലാൽ കൂട്ടുകെട്ടിൽ എത്തിയ എമ്പുരാനെ കുറിച്ചും നടി സംസാരിച്ചു. എമ്പുരാൻ കണ്ടിരുന്നോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു മറുപടി. ആ സിനിമ താൻ എന്തായാലും കാണുമെന്നും ബ്രോ ഡാഡി സിനിമയുടെ സമയത്തെ പൃഥ്വിയും മോഹൻലാലും എമ്പുരാന്റെ പ്ലാനിലായിരുന്നുവെന്നും കനിഹ പറഞ്ഞു. എമ്പുരാൻ കണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്തായാലും ആ സിനിമ കാണും. ബ്രോ ഡാഡിയുടെ സമയത്തെ അവർ എമ്പുരാന്റെ പ്ലാനിലായിരുന്നു. അതുകൊണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി അവർ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലാകും. തീർച്ചയായും ഞാൻ ആ സിനിമ കാണും, കനിഹ പറഞ്ഞു. കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ.